ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. ഹലോ, എന്താണ് മോളെ ഫോൺ എടുക്കാൻ ഒരു മടി? ഞാൻ പറഞ്ഞ കാര്യം എന്തായി? ഞാൻ പറഞ്ഞില്ലേ, എനിക്കൊരു 7 ദിവസത്തെ സമയം വേണം. അച്ഛനെ ഇന്നലെ ഞാൻ വിളിച്ചു, പക്ഷെ ഫോണിൽ കിട്ടുന്നില്ല. അച്ഛൻ എങ്ങനെങ്കിലും കണ്ടുപിടിച്ച് ആ മണിമാല ഞാൻ വാങ്ങിച്ചു തരാം. വാങ്ങി തരണം. അത് ഓർമ്മിപ്പിക്കാനാ ഇപ്പൊ ഞാൻ നിന്നെ വിളിച്ചത്. നീ പറഞ്ഞ 7 ദിവസത്തില് ആദ്യത്തെ ദിവസം എന്ന്. ഇനിയുള്ളത് 6 ദിവസം. 6-ാം ദിവസം മണിമാല എന്റെ കൈ കിട്ടിയില്ലെങ്കിൽ അന്ന് നിന്റെ ശവടക്ക. എനിക്ക് നിന്നെ നല്ല സംശയമുണ്ട്. മണിമാല നീ കയ്യിൽ വെച്ചിട്ടാണോ എന്നോട് ഇങ്ങനെ നാടകം കളിക്കുന്നതെന്ന്? അയ്യോ, സത്യമായിട്ടല്ല. മണിമാല എന്റെ കയ്യിലില്ല. അത് അച്ഛന്റെ കയ്യിൽ തന്നെയാ. എന്റെ കയ്യിലുണ്ടായിരുന്നെങ്കിൽ ഞാനത് എപ്പോഴേ നരേന്ദ്രേട്ടനെ ഏൽപ്പിച്ചേന്നെ. ശരി, ഞാൻ 6 ദിവസം കൂടി നോക്കാം. നീ പറഞ്ഞ വാക്ക് പാലിച്ചില്ലെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ ഓർമ്മയുണ്ടല്ലോ. അങ്ങനെയൊന്നും സംഭവിക്കില്ല. ഞാൻ പറഞ്ഞ വാക്ക് ഞാൻ പാലിക്കും. ഉറപ്പായിട്ടും 6 ദിവസത്തിനുള്ളിൽ ഞാൻ അച്ഛനെ കണ്ടുപിടിക്കും. ശരി ശരി, ഞാൻ നിന്നെ ഇടയ്ക്ക് വിളിച്ച് ഓർമ്മിപ്പിക്കാം. ചിലപ്പോഴേ നീ മറന്നുപോയാലോ? അയ്യോ, അതിന്റെ ആവശ്യമൊന്നും ഇല്ല നരേന്ദ്രേട്ടാ. ഞാൻ മറക്കില്ല. നീ മറക്കില്ല എന്ന് എനിക്കറിയാം. മറന്നാലേ നിന്റെ കാര്യം കട്ടപ്പുകയാ. എങ്കിലും എന്റെ ഒരു സമാധാനത്തിന് വേണ്ടി ഞാൻ നിന്നെ വിളിക്കാം. മണിമാലയുടെ കാര്യം ഓർമ്മിപ്പിക്കുകയും ചെയ്യാം. ഞാൻ വിളിക്കുമ്പോഴേ നീ ഫോൺ എടുക്കണം. ഉടായ്പ് പരിപാടി എന്റെ അടുത്ത് ഇറക്കിയ നീ ഉള്ളടുത്ത് വന്ന് ഞാൻ നിന്നെ തൂക്കും. പറഞ്ഞില്ലെന്ന് വേണ്ട. എന്താ മോളെ മുഖത്തൊരു കനം? നീ അന്ന് രാജയോഗം രാജയോഗം എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നീട് അതേപ്പറ്റി ഒന്നും പറഞ്ഞില്ലല്ലോ. എന്തു പറ്റി? രാജയോഗം വേറെ ആരെങ്കിലും കൊണ്ടുപോയോ? നിന്റെ മുഖം കണ്ടിട്ട് എനിക്ക് അങ്ങനെയാ തോന്നുന്നത്. അന്നത്തെ നിന്റെ ബഹളം കണ്ടപ്പോഴേ എനിക്ക് തോന്നി പണി പാളാൻ സാധ്യതയുണ്ടെന്ന്. ഞാൻ ഇത്രയൊക്കെ പറഞ്ഞിട്ടും നീ എന്താടി ഒന്നും മിണ്ടാത്തത്? എലിസബത്ത് ഒന്ന് പോ. നിനക്കിതെന്തു പറ്റി? എന്തായാലും നീ എന്നോട് പറ. എന്റെ എല്ലാ കാര്യങ്ങളും പറയാനായിട്ട് നീ എന്റെ ആരാടി? ദേ, ഞാനൊരു കാര്യം പറഞ്ഞേക്കാം. നീ എന്റെ കൂട്ടുകാരിയാണെങ്കിൽ ആ സ്ഥാനത്ത് നിന്നാ മതി. എന്റെ എല്ലാ കാര്യത്തിലും നീ കയറി ഭരിക്കാനൊന്നും വരണ്ട. മനസ്സിലായല്ലോ?